هوای غبار آلوده استادیوم വാർത്താ അവതാരക തത്സമയം വാർത്ത വായിക്കുന്നതിനിടയിലാണ് ഈ ബോംബാക്രമണം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പി തുടരാം. പി യഥാർത്ഥത്തിൽ അതിനിടയിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് റീത്തെ ഇറാന്റെ ഔദ്യോഗിക ടിവിക്ക് നേരെ ആക്രമണം നടക്കുന്നു. അവര് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന അവതാരക ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സാധാരണ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് നേരെ അങ്ങനെ ആക്രമണം നടക്കാറില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ളതാണ്. ഇത് ടെലിവിഷൻ ചാനലാണെന്നും ഇറാൻ ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നത് അവരുടെ ഔദ്യോഗിക ടെലിവിഷനിലൂടെയാണ്. അപ്പോൾ ആ ടെലിവിഷനെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ. കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് അവരുടെ കയ്യിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. റീത്തയിൽ പ്രത്യേകിച്ച് ടെഹ്റാന് സമീപം ഭൂഗർഭ അറകളിൽ അവിടെ കൊണ്ടുപോയിട്ട് കൃത്യമായി അവർ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും സൂക്ഷിച്ച് ആദ്യ ദിവസം തന്നെ 200 യുദ്ധവിമാനങ്ങളുമായി മിസൈൽ വേദക സംവിധാനങ്ങൾ ഇറാനിൽ തകർത്തതിന് ശേഷമാണ് അവർ നിറഞ്ഞാടിയത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഒന്നും വീഴ്ത്താൻ ഇറാന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. അത് തന്നെ വലിയൊരു എഡ്ജായിട്ട് മാറി